അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ വലിയുല്ലാഹി മുഹമ്മദ് ഷരീഫ് മണാർക്കാട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. നാം അന്യായമായി സർക്കാരിൻ്റെ പൊതുമുതൽ അഥവാ ബൈത്തുൽ-മാൽ, അതുപോലെ തന്നെ വ്യക്തികൾ, സംഘടനകൾ സ്വരൂപിച്ചെടുത്ത അമാനത്ത് അഥവാ വിശ്വസിച്ച് ഏൽപ്പിച്ച മുതൽ അത് അതാത് ഉടമകളിലേക്ക് എത്തിക്കുക. സർക്കാരിൻ്റെ സമ്പത്താണെങ്കിൽ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭ പുതിയ ഒരു സംവിധാനം കൊണ്ടുവരികയും പ്രധാനമന്ത്രിയുടെ ഫണ്ട്, ഇത്തരം പൈസ എടുക്കുവാൻ വേണ്ടി മാത്രം പ്രധാനമന്ത്രിക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് വരിക. കാരണം പ്രധാനമന്ത്രിക്ക് ഈ സാമ്പത്തികമായി മറ്റ് സോഴ്സുകളിലേക്ക് ഇത് മാറ്റുവാനോ അല്ലെങ്കിൽ കുടുംബങ്ങളെ സഹായിക്കുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ദുർവിനിയോഗം ചെയ്യാൻ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം, ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വിശ്വസിച്ച് നിങ്ങൾ ഏൽപ്പിക്കാം. അത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ നമ്മുടെ കലക്ടർമാർക്കോ മറ്റ് സ്റ്റേറ്റിലുള്ള മുഖ്യമന്ത്രി ആർക്കും തന്നെ നൽകാതെ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഈ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ച് ആ ഫണ്ടിലേക്ക് മാത്രം നിങ്ങൾ സംഭാവന ചെയ്യുക. നിങ്ങളുടെ സ്വിസ് ബാങ്കിലുള്ള അക്കൗണ്ട് ആയാലും വേണ്ടില്ല, അതേപോലെ ലോകത്തെ മറ്റ് എവിടെയുള്ള ബാങ്കുകളിൽ നിന്നും നിങ്ങൾ ഈ ഫണ്ട് പിൻവലിച്ച് അത് കൃത്യമായി നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ അന്യായമായി അതുപോലെ ഏത് രീതിയിലാണ് ഈ പൈസ ഉണ്ടാക്കിയത്, ആ പൈസയുടെ സോഴ്സിൽ എത്ര ശതമാനം നിങ്ങളുടെ മനസ്സാക്ഷിക്ക് അറിയാമല്ലോ സത്യം. ആ എമൗണ്ട് നിങ്ങൾ സർക്കാരിനെ ഏൽപ്പിക്കുക, ബാക്കി ഫണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് 6 മാസത്തെ സമയമുണ്ട്. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ഇൻഷാ അല്ലാഹ് പിന്നീട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം രീതിയിൽ ജനങ്ങളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ ഇത്തരം വലിയ ഫ്യൂച്ചലായിട്ടുള്ള എമൗണ്ടുകൾ നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഫണ്ട് അതാത് ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഉദാഹരണമായി ഒരു സംഘടനയോ മത നേതാവോ മറ്റോ ഒരു 10 കുട്ടികളെ വിവാഹം ചെയ്യാൻ വേണ്ടി ഫണ്ട് സ്വരൂപിച്ചു, 2 കുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്തു. അതുപോലെ 10 വീട് വെക്കാൻ വേണ്ടി പൈസ സ്വരൂപിച്ചു, അതിൽ 2 കൊടുത്തു, ബാക്കി 8 കൊടുത്തില്ല. ആ എന്തിനു വേണ്ടിയാണോ നിങ്ങളത് പിരിച്ചെടുത്തത് സമൂഹത്തിൽ നിന്ന്, ആ ഉദ്ദേശം നിങ്ങൾ നിറവേറ്റുക. അതിൻ്റെ രസീതിയും അതിൻ്റെ എന്താണോ ഡിജിറ്റൽ മീഡിയ നിങ്ങൾ കൈവശം വെക്കുക. പിന്നീട് 6 മാസത്തിന് ശേഷം ഇതിന് നിങ്ങൾക്ക് എൻക്വയറിയും മറ്റും വരുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ 6 മാസത്തിനകം ഇൻഷാ അല്ലാഹ് നമ്മുടെ രാഷ്ട്രീയക്കാരാവട്ടെ, മതനേതാക്കളാവട്ടെ, ഉദ്യോഗസ്ഥന്മാരാവട്ടെ, കരാറുകാരാവട്ടെ, മറ്റ് ഏത് മേഖലയിലുള്ള ആളാണോ ഇത്തരം അന്യായങ്ങൾ ചെയ്ത് സർക്കാരിനെയോ ജനങ്ങളെയോ വഞ്ചിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്കൊരു സുവർണാവസരമാണ്. നിങ്ങൾ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും. അതുകൊണ്ട് ജീവൻ വേണോ സമ്പത്ത് വേണോ നിങ്ങൾ തീരുമാനിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വിവേകവും ബുദ്ധിയും നല്ല തീരുമാനവും ഉണ്ടാവട്ടെ എന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ അഭ്യർത്ഥന നിങ്ങൾ ഒരു നിർദ്ദേശവും മാത്രമല്ല, ഒരു ആജ്ഞയാണ് ദൈവത്തിൻ്റെ എന്ന നിലയ്ക്ക് നിങ്ങൾ പ്രാവർത്തികമാക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സാധാരണക്കിടയിലുള്ള ആളുകൾക്ക് എന്താണോ ആവശ്യം, വീട്, വെള്ളം, വെളിച്ചം, അതുപോലെ അവർക്ക് വിദ്യാഭ്യാസം, അവർക്ക് ജോലി, ആ രീതിയിൽ നമ്മുടെ സാമ്പത്തികമായ അസന്തുലിതാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഉള്ളവനും ഇല്ലാത്തവനും ഏകദേശം ഒരു തുല്യത ഉണ്ടാക്കുക. അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് രാജ്യത്തെ വളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് കൊണ്ടുപോവുക. ആ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ശരിയായ ദിശയിൽ അള്ളാഹു നമ്മെ നയിക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.